Divisional Accountant Officer Important Question Discussion Chapter 9 Part 1 കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അത് കഴിഞ്ഞു. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വേറൊരു ബ്രാഞ്ചാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തോ സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്തോ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പെൻസസുകളെയാണ്. എക്സ്പെൻസസ് ഉണ്ടാവാം മാനുഫാക്ചറിങ് സമയത്തും സർവീസസ് റെൻഡർ ചെയ്യുന്ന സമയത്തും ഒരുപാട് എക്സ്പെൻസസ് ഒരു ഫേമിനുണ്ടാവാം. ആ എക്സ്പെൻസസിനെയൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുകയോ അത് അനലൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അത് ഒരു സെപ്പറേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. Cost accounting is the recording of expenses incurred in the manufacturing a product or rendering a services. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡിറ്റർമിൻഡ്? എങ്ങനെയാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ്. അപ്പം നമുക്ക് അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ഇൻ സച്ച് എ മാറ്റർ ദാറ്റ് ദ എക്സ്പെൻസസ് ആർ അക്യുമുലേറ്റഡ്, റെക്കോർഡഡ്, ക്ലാസിഫൈഡ് and allocated so that the actual cost of any particular process or unit of production or services rendered can be determined with a desired level of accuracy. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെൻസസ് എന്ത് ചെയ്യുക? അക്യൂമുലേറ്റ് ചെയ്യുവാണ്. എക്സ്പെൻസസ് ഓരോ പ്രോസസ്സ് ഒരു മാനുഫാക്ചറിങ് ഫേമിൽ ഓരോ ദിവസവും നമ്മുടെ എക്സ്പെൻസസ് ഇങ്ങനെ കൂടി വരുവാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് കണ്ടുപിടിക്കാൻ. അതിനെ പെർ യൂണിറ്റിലും നമ്മൾ എന്താ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനെ ആ ഒരു ആക്യുറസി ലെവൽ നമുക്കുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇത്ര കോസ്റ്റേ വരാവുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കുണ്ടാവുന്നൊരു കോസ്റ്റ് ഉണ്ട്. അപ്പം അതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഫേമിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് നമ്മൾ എവിടെയാണ് കോസ്റ്റ് കൂടുതലാവുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ഫേമിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് വിച്ച് ബിഗിൻസ് with the recording of expenses and end with the preparation of periodical statements and റിപ്പോർട്ട്സ് ഫോർ അസർട്ടൈൻ കോസ്റ്റ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ദ ബിഗിൻസ് വിത്ത് റെക്കോർഡിങ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. തുടക്കത്തിൽ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്ത് ഒരു പീരീഡിൻ്റെ അവസാനത്തിൽ അതിനെ എന്താക്കും? സ്റ്റേറ്റ്മെൻ്റ് ആക്കും. എന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യും. അതാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ്. നമുക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജെ.എം. ഫെഗ്മാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ്. അപ്പം ജെ.എം. ഫെഗ്മാൻ്റെ ഡെഫിനിഷനാണ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വേരിയസ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യനിലെ ഒരു ഡെഫിനിഷൻ എന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു ജെ.എം. ഫെഗ്മാൻ്റെ ഡെഫിനിഷനാണ് എന്തിൻ്റെ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, അലോക്കേറ്റിംഗ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഏകദേശം റിലേറ്റഡ് ആണ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വേരിയസ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. നെക്സ്റ്റ്
അഞ്ചാമത്തത് ദ എലിമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലീഡ്സ് ടു ദ എമർജൻസി ഓഫ് അനദർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നോൺ ആസ് ഡാഷ്. അപ്പം നമുക്ക് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലീഡ്സ് ടു ദ എമർജൻസി ഓഫ് അനദർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഈസ് നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ആറാമത്തതാണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? താഴെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ താഴെ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയൊരു അക്കൗണ്ടിങ് സിസ്റ്റമായ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫെയിൽസ് ടു പ്രൊവൈഡ് കോസ്റ്റ് ഡീറ്റെയിൽസ്. നമുക്കറിയാം കോസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മളല്ലെങ്കിൽ കണക്കാക്കുന്നില്ല. കോസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നില്ല. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഹെൽപ്സ് ദ പ്രൈസ് ഫിക്സേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇത്ര ആവണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫിക്സ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഓൺലി ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് ഡേറ്റ മാത്രമേ ഉള്ളൂ? ഹിസ്റ്റോറിക്കൽ ഡേറ്റകൾസ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഈ ഇയറിലെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് മാത്രമേ എന്തിലുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ് കമ്പാരിസൺ എവിടെ പറ്റുന്നില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ എന്താണ്, ഒരു കോസ്റ്റ് കൂടുതലാണോ, അല്ലെങ്കിൽ നമ്മളത് കയ്യിൽ നിന്ന് എക്സസ് ആയിട്ട് ഒരു മാനുഫാക്ചറിങ് ഫേമിൽ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് കൂടുതലാണോ എന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പം മാനേജ്മെൻറ്റിന് പറ്റുന്നില്ല. സോ അതൊരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനോ കോസ്റ്റ് റിഡക്ഷൻ നടത്താനോ എന്ത് ഉപകാരപ്പെടുന്നില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപകാരപ്പെടുന്നില്ല. അതിനൊക്കെ നമുക്ക് ഏത് സിസ്റ്റം അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സിസ്റ്റം അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻസ്. അപ്പം ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല. അവിടെ എന്താണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ കോസ്റ്റ് പ്ലാൻ ചെയ്യണം, കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം, എങ്കിലേ അവിടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുള്ളൂ. വേസ്റ്റേജ് കുറയ്ക്കണം. അപ്പോഴൊക്കെയാണ് ഒരു ഫേമിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടുന്നത്. അതൊരിക്കലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസാണ് എന്തിനുള്ളത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ളത്. നെക്സ്റ്റ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടൻസി? എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി? കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ദ accounting of cost and revenue by applying the cost accounting principles and methods for controlling the cost and ascertaining the പ്രോഫിറ്റബിലിറ്റി. അപ്പം നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻസി, സാധാ നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ലേ, അതിൻ്റെ പോലെ തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിലും നമുക്ക് എന്തൊക്കെയുണ്ട്, കുറേ റൂൾസും മെത്തേഡ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസിയിലും സെർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട് ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റബിലിറ്റി. സോ അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് തന്നെയാണ്. അതിനെ റവന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് റവന്യൂ അപ്ലൈ ചെയ്യുന്നത്? ദ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റബിലിറ്റി. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്സിനകത്ത് അക്കൗണ്ടൻസിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, cost audit and preparation of information to managerial persons for the purpose of decision making. അപ്പോൾ എന്തൊക്കെയാണ്? കോസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്, കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, കോസ്റ്റ് ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ് പോലെ കോസ്റ്റ് ഓഡിറ്റ് ഉണ്ട്. മാനേജീരിയൽ പേഴ്സൺസിന് വേണ്ടി ഒരു ഫൈനൽ ഇൻഫർമേഷൻ പ്രസൻറ്റേഷന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാം. നെക്സ്റ്റ് 9ാമത്തേത്, വാട്ട് യു മീൻ ബൈ കോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് കോസ്റ്റിംഗ്? കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അപ്പം
ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചിലവുകളെ നമ്മൾ എന്ത് ചെയ്യണം, അസർട്ടൈൻ ചെയ്യണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 10 ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻ കോസ്റ്റ് ബുക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ബുക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കുക, കോസ്റ്റ് ബുക്ക് എന്താണെന്നുള്ളത്. ആ കോസ്റ്റ് ബുക്കിലോട്ട് നമുക്കുണ്ടാവുന്ന ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക. സെക്കൻഡ്, കോസ്റ്റ് എലിമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രീഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ടു ബി മാനുഫാക്ചേർഡ് ഓർ സർവീസസ് ടു ബി റെൻറ്റേഡ്. അപ്പം നമുക്കുണ്ടാവുന്ന അധികം വരുന്ന കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രീഡിറ്റർമിനായിട്ട് കണ്ടുപിടിച്ച് അതിനെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. നെക്സ്റ്റ്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. എന്താണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ബേസിസ് ഓഫ് ആക്ച്വൽ ഡേറ്റ. നമുക്കുണ്ടാവുന്ന ആക്ച്വൽ ഡേറ്റ വെച്ച് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്കൊരു ആക്ച്വൽ കോസ്റ്റും കൂടെ ഉണ്ടാവും. അത് രണ്ടും വെച്ചിട്ട്, അപ്പോൾ ആക്ച്വൽ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യണം. അതാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ. ഈ സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് കോസ്റ്റ് ഡേറ്റ ടു വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാനേജ്മെൻറ്റിന് എന്ത് വേണം? ഡേറ്റ വേണം. സോ ഈ നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് ഡേറ്റ നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിലോട്ട് എന്ത് ചെയ്യും? പ്രസൻറ്റ് ചെയ്യും. അതിനെയാണ് സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് കോസ്റ്റ് ഡേറ്റ ടു വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് റിക്വയർസ് കോസ്റ്റ് ഡേറ്റ ഹെൽപ്സ് ഇൻ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ്. അപ്പോൾ കോസ്റ്റ് ഡേറ്റ എന്തിനെ സഹായിക്കുന്നുണ്ട്? മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ. Cost control is the process of controlling cost by eliminating wastage in cost of material, cost of labor and other expenses. അപ്പം നമുക്കുണ്ടാവുന്ന കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെയും കോസ്റ്റ് ഓഫ് ലേബറിൻ്റെയും അതർ എക്സ്പെൻസസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് റിഡക്ഷൻ എന്താണ്? ദ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഓർ സർവീസസ് റെൻഡേർഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ quality and sustainability. It is concerned with the reduction of cost by increasing productivity. അപ്പോൾ എന്താണ് റിഡക്ഷൻ? കുറച്ചുകൊണ്ട് വരിക. കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാജുവലി നമ്മൾ കുറച്ചുകൊണ്ട് വരണം. ദ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഓർ സർവീസ് റെൻഡേർഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ക്വാളിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ സസ്റ്റൈനബിലിറ്റിയോ ഒന്നും അഫക്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് വരണം? കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരണം. ഇതൊക്കെ എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് എലിമിനേഷൻ, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ്. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ഒന്നാമത്തെ കോസ്റ്റ് റെക്കോർഡിംഗ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഒരു കോസ്റ്റ് നമ്മൾ നേരത്തെ അലോക്കേറ്റ് ചെയ്ത് വെക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു. അസർട്ടൈൻമെൻറ്റ് എന്തായിരുന്നു? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം കോസ്റ്റിനെ. അതാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. നെക്സ്റ്റ്, കോസ്റ്റ് അനാലിസിസ്. എന്താണ് കോസ്റ്റ് അനാലിസിസ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കാസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് വേരിയിങ് ഫ്രം ദ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഇൻക്രീസിങ് ദ കോസ്റ്റ്. നമ്മൾ എന്താണ്? ആക്ച്വൽ കോസ്റ്റ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് നമുക്ക് ഇൻക്രീസ് ഉണ്ടായത്? നമ്മൾ ബഡ്ജറ്റ് കോസ്റ്റ് വെച്ചിട്ട് ആക്ച്വൽ കോസ്റ്റിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് കമ്പാരിസൺ ഉണ്ട്. പ്രീവിയസ് കോസ്റ്റുമായിട്ട് ഈ ഇയറിൽ എന്താണ് വ്യത്യാസം വന്നത്? എവിടെയാണ് നമുക്ക് കൂടുതൽ കോസ്റ്റ് കൂടിയത്? നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്. ഓഡിറ്റ് മീൻസ് വെരിഫിക്കേഷൻ ഓഫ്
അക്കൗണ്ട്സ് ആണ്. കോസ്റ്റ് അക്കൗണ്ട്സ് അപ്പം വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ് കോസ്റ്റ് റിപ്പോർട്ടിങ്. നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് മാനേജ്മെൻറ്റിലോട്ട് റിപ്പോർട്ട് ചെയ്യും. എന്തിനാണ്? ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് നികത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ലിമിറ്റേഷൻസ് കുറേ കാര്യങ്ങൾ നോക്കി. കോസ്റ്റ് അക്കൗണ്ടൻസി നോക്കി. പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും പിന്നെന്താണോ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ആണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.